Dear students, we are starting a new chapter, Molecular Basis of Inheritance. ഇൻഹെറിറ്റൻസിൻ്റെ മോളിക്കുലാർ ബേസിസ് എന്താണ്, അതുമല്ലെങ്കിൽ ഇൻഹെറിറ്റൻസിന് ഹെൽപ്പ് ചെയ്യുന്ന മോളിക്യൂൾസ് ഏതൊക്കെയാണ്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്? ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് കുറേ ക്യാരക്ടേഴ്സ് കൈമാറുന്നുണ്ട്. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ആസ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന മോളിക്യൂൾസ് ഏതൊക്കെ? സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ന്യൂക്ലിക് ആസിഡ്സ് ആണ് ആ മോളിക്യൂൾസ്. ന്യൂക്ലിക് ആസിഡ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. രണ്ട് തരം ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ട്, DNA ആൻഡ് RNA. DNA ഇസ് എ ജനറ്റിക് മെറ്റീരിയൽ ഇൻ മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസംസ്. ഒരു ഇതെല്ലാ ഓർഗാനിസത്തിലും ജനറ്റിക് മെറ്റീരിയൽ DNA ആണ്. ബട്ട് ഇൻ സം വൈറസസ്, നമുക്കറിയാം ഇപ്പോൾ കൊറോണ വൈറസ്, അതിലൊക്കെ ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്. മെയിൻലി RNAയുടെ ഫംഗ്ഷൻ ഇറ്റ് ആക്ട്സ് ആസ് മെസ്സഞ്ചേഴ്സ്. മെസ്സേജസ് ക്യാരി ചെയ്യുക എന്നുള്ളതാണ് RNAയുടെ മെയിൻ ഫംഗ്ഷൻ. പക്ഷേ സം വൈറസസിൽ ഇറ്റ് ആക്ട്സ് ആസ് ജനറ്റിക് മെറ്റീരിയൽ. കോമൺലി ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നത് DNA ആണ്. സോ ഫസ്റ്റ് വി ക്യാൻ സി സ്ട്രക്ചർ ഓഫ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. എന്താണ് പോളിന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ? പോളിന്യൂക്ലിയോടൈഡ്സ് ആർ ദ പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. നമുക്കറിയാം, കുറേ ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്ത് വരുമ്പോൾ അത് പോളിമർ ആവും. അതിന് നമ്മൾ പോളിന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നു. ഇനി വാട്ട് ഈസ് ഇറ്റ് റെലവൻസ് ഇൻ ദിസ് കേസ്? എന്താണ് പോളിന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്നത്? DNA-യും RNA-യും പോളിന്യൂക്ലിയോടൈഡ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ എന്ന് പറയാനുള്ള കാരണം. സോ DNA ആസ് വെൽ ആസ് RNA, അത് രണ്ടും ഫോം ചെയ്തിരിക്കുന്നത് കുറേ ന്യൂക്ലിയോടൈഡ്സ് കമ്പൈൻ ചെയ്ത് അതിൻ്റെ ഒരു പോളിമറാണ് DNA-യും RNA-യും. So what are the main components of a nucleotide? Nucleotide has three components. ഏതൊക്കെയാണ്? Nitrogenous base, pentose sugar, a phosphate group. Nitrogenous base, pentose sugar, 5 carbon atom ഉള്ള ഷുഗറിനെയാണ് pentose sugar എന്ന് പറയുക. ആൻഡ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. 3 കമ്പോണൻസും കൂടി ചേർന്നാൽ ഒരു ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യും. സോ ഫസ്റ്റ് കമ്പോണൻറ്റ് നൈട്രജനസ് ബേസ്, അല്ലെങ്കിൽ നൈട്രജൻ ബേസ്. രണ്ട് തരം നൈട്രജൻ ബേസസ് ആണ്, പ്യൂരിൻസ് ആൻഡ് പിരിമിഡിൻസ്. പ്യൂരിൻസിലെ അഡെനിനും ഗ്വാനിനും, പിരിമിഡിൻസ് സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ. അപ്പോൾ ഇതിലെ പിരിമിഡിൻസിലെ തൈമിൻ ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ DNA ആൻഡ് യുറാസിൽ ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ RNA. അപ്പോൾ ഇതാണ് two types of nitrogen bases. A nitrogenous base is linked to the pentose sugar through N-glycosidic linkage to form a nucleoside. Pentose sugar ഒരു നൈട്രജൻ ബേസ് ആയിട്ട് ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ ഫോം ചെയ്യുന്ന മോളിക്യൂള് ഇറ്റ് ഈസ് നോട്ട് ന്യൂക്ലിയോടൈഡ്, ഇറ്റ് ഈസ് ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോസൈഡ് ആണത്. അവിടെ ഫോം ചെയ്യുന്ന ബോണ്ടാണ് N-glycosidic ബോണ്ട്. ഇനി ഇത് ബയോളജി ആയതുകൊണ്ട് അതിൻ്റെ സ്ട്രക്ചറൽ ആസ്പെക്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ട. യു ഹാവ് ടു സ്റ്റഡി ഓൺലി ദ ബോണ്ട്സ് ഫോംഡ്. അത്രയായിട്ട് പഠിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കെമിസ്ട്രിയിലേ പഠിക്കാൻ വരുള്ളൂ ഈ ചാപ്റ്റർ വരുമ്പോൾ. സോ പെൻറ്റോസ് ഷുഗർ കമ്പൈൻസ് വിത്ത് നൈട്രജൻ ബേസ്, ഫോംസ് ന്യൂക്ലിയോസൈഡ്. അവിടെ ഫോം ചെയ്യുന്ന ബോണ്ടാണ് N-glycosidic ബോണ്ട്. നമുക്ക് കുറച്ച് ന്യൂക്ലിയോസൈഡ്സ് കാണാം. ന്യൂക്ലിയോസൈഡ് നോക്കുക, ന്യൂക്ലിയോസൈഡ്സ് ആണ്. പെൻറ്റോസ് ഷുഗർ ഒരു നൈട്രജൻ ബേസ് ആയിട്ട് കമ്പൈൻ ചെയ്തു, അഡെനിൻ കമ്പൈൻ ചെയ്തു. പെൻറ്റോസ് ഷുഗർ ആണ്, ഇത് അഡെനിൻ ആണ്. A represents adenine, G represents guanine, C represents cytosine. U or T എന്ന് പറയാൻ കാരണം U ആണെങ്കിൽ അത് RNA ആയിരിക്കും, T ആണെങ്കിൽ അത് DNA ആയിരിക്കും. സോ അഡെനിൻ പെൻറ്റോസ് ഷുഗറായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അഡിനോസിൻ എന്ന ന്യൂക്ലിയോസൈഡ് ഫോം ചെയ്യുന്നു RNA-യിൽ. DNA-യിലാണെങ്കിൽ പെൻറ്റോസ് ഷുഗർ മാറിയതുകൊണ്ട്, DNA-യിലെ പെൻറ്റോസ് ഷുഗർ ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്, RNA-യിലെ പെൻറ്റോസ് ഷുഗർ റൈബോസ് ഷുഗർ ആണ്. അപ്പോൾ DNA-യിൽ നമ്മളത് ആ ന്യൂക്ലിയോസൈഡിനെ ഡിയോക്സി അഡിനോസിൻ എന്ന് പറയുന്നു. ഇനി ഗ്വാനിൻ പെൻറ്റോസ് ഷുഗറായിട്ട് കമ്പൈൻ ചെയ്ത് വരുന്ന ന്യൂക്ലിയോസൈഡ് ഗ്വാനോസിൻ, DNA-യിൽ ഡിഓക്സി ഗ്വാനോസിൻ. സൈറ്റോസിൻ പ്ലസ് പെൻറ്റോസ് ഷുഗർ സൈറ്റിഡിൻ, DNA-യിൽ ഡിഓക്സി സൈറ്റിഡിൻ. യുറാസിൽ വെൻ കമ്പൈൻസ് വിത്ത് പെൻറ്റോസ് ഷുഗർ യുറിഡിൻ. ഇവിടെ യുറാസിൽ അല്ല, പകരം തൈമിൻ ആയിരിക്കും, അതുകൊണ്ട് ഡിഓക്സി തൈമിഡിൻ. ഇതെല്ലാം ന്യൂക്ലിയോസൈഡ്സിൻ്റെ പേരുകളാണ്. സോ ഹൗ എ ന്യൂക്ലിയോസൈഡ് ഈസ് ഫോംഡ്? വെൻ എ പെൻറ്റോസ് ഷുഗർ കമ്പൈൻസ് വിത്ത് എ nitrogen base, nucleoside is formed. Then structure of polynucleotide chain continue ചെയ്യാണ്. നൈട്രജൻ ബേസും ഷുഗറും കമ്പൈൻ ചെയ്ത് ന്യൂക്ലിയോസൈഡ് ഫോം ചെയ്തു. ഇനി ഇതിന് കൂടെ ഒരു തേർഡ് കമ്പോണൻറ്റും കൂടി കമ്പൈൻ ചെയ്യാണ്, ദറ്റ് ഈസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്.
അപ്പോൾ അത് ന്യൂക്ലിയോടൈഡ് എന്ന മോളിക്യൂളായിട്ട് മാറുന്നു. സോ നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ ന്യൂക്ലിയോസൈഡ് ആണ്. നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ന്യൂക്ലിയോടൈഡ് ആണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, പെൻഡോസ് ഷുഗർ, നൈട്രജനസ് ബേസ്. ഇത് മൂന്നും വന്നാലേ ന്യൂക്ലിയോടൈഡ് ആവുള്ളൂ. നൈട്രജൻ ബേസും പെൻഡോസ് ഷുഗറും മാത്രമാണെങ്കിൽ അതിന് ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കുന്നു. സോ ന്യൂക്ലിയോസൈഡിന്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ജോയിൻ ചെയ്താൽ ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യും. ഇൻ RNA, ഈച്ച് ന്യൂക്ലിയോടൈഡ് ഹാസ് an additional hydroxyl group at 2' പൊസിഷൻ ഓഫ് റൈബോസ്. റൈബോസ് ഷുഗറിൻ്റെ 2' പൊസിഷനിൽ ഒരു എക്സ്ട്രാ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് RNAയിൽ കാണാം. DNA അത് ആബ്സെൻ്റ് ആയിരിക്കും. ഇനി ന്യൂക്ലിയോടൈഡ്സ് എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത്? ന്യൂക്ലിയോടൈഡ്സ് ആർ ലിങ്ക്ഡ് ത്രൂ 3' 5' ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് ടു ഫോം ഡൈ ന്യൂക്ലിയോടൈഡ്. 3' 5' പൊസിഷനിലാണ് ലിങ്ക് ചെയ്യുന്നത്. ബോണ്ടാണ് ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട്. അങ്ങനെ ഒരു ഡൈ ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുന്നു. ഇങ്ങനെ കുറേ ന്യൂക്ലിയോടൈഡ്സ് സെയിം വേയിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പോളി ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യും. ഇതിൽ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ ആ ബോണ്ട് ഫോം ചെയ്യുന്ന ഏത് ബോണ്ടാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ 2 ന്യൂക്ലിയോടൈഡ്സിൻ്റെ ഇടയിൽ ഫോം ചെയ്യുന്ന ബോണ്ടാണ് ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട്. അത് 3' 5' പൊസിഷനിലാണ് ഫോം ചെയ്യുക. ഇങ്ങനെ കുറേ ന്യൂക്ലിയോടൈഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് പോളി ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുക. സോ നെക്സ്റ്റ് വി ക്യാൻ സി ഹൗ എ DNA is identified. Frederick Mischer, he is Frederick Mischer. In 1869, he identified DNA and named it as nuclein. അപ്പോൾ ആദ്യം DNA എന്നല്ല ഇതിന് പേരുണ്ടായിരുന്നത്. ഇറ്റ് വാസ് നെയിംഡ് ആസ് ന്യൂക്ലീൻ. നെയിം ചെയ്ത സയൻറ്റിസ്റ്റ് ആണ് ഫ്രെഡറിക് മിഷർ ഇൻ 1869. ഇനി അതിനുശേഷം DNA മോഡൽ, DNA എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. ദേ പ്രപ്പോസ്ഡ് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA. ഡബിൾ ഹെലിക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില കോമൺ ലാഡേഴ്സൊക്കെ ഹെലിക്കൽ മോഡലിലെ ലാഡേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഡബിളായിട്ട് ഫോം ചെയ്യുന്നതിന് ഡബിൾ ഹെലിക്സ് എന്ന് പറയാം. അപ്പം ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. How they found out? It was based on X-ray diffraction data produced by Morris Wilkins and Rosalind Franklin. ഈ 2 പേരും മോറിസ് വിൽക്കിൻസും റോസാലിൻഡ് ഫ്രാങ്ക്ലിനും ചെയ്ത എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും DNA ഡബിൾ ഹെലിക്സ് മോഡൽ പ്രപ്പോസ് ചെയ്യാൻ കാരണം. അപ്പോൾ അതിന് സഹായിച്ചത് ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റയാണ്. ഈ ഡാറ്റ ഉണ്ടാക്കിയത് മോറിസ് വിൽക്കിൻസും റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ, ഷീസ് എ ലേഡി. ഈ 2 പേരും കൂടിയാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ ഉണ്ടാക്കിയത്. അതിനെ ബേസ് ചെയ്താൽ മാത്രമേ അവർക്ക് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും ഡബിൾ ഹെലിക്സ് മോഡൽ കണ്ടുപിടിക്കാൻ സാധിച്ചുള്ളൂ. Now we can see the structure of DNA. DNA is made of 2 polynucleotide chains coiled in a right-handed fashion. കണ്ടറിയാം DNA-യിൽ രണ്ട് ചെയിൻസും ഫോം ചെയ്തിരിക്കുന്ന ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. സോ DNA has 2 polynucleotide chain coiled in right-handed fashion. അതിൻ്റെ ഒരു റൈറ്റ് ഹാൻഡഡ് ആയിട്ടാണ് അത് കോയിൽ ചെയ്തിരിക്കുന്നത്, റൈറ്റ് ഹാൻഡഡ് ഫാഷനിൽ. ഇനി പിച്ച് ഓഫ് ദ ഹെലിക്സിൻ്റെ പിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓരോ വളവ് ഈ എൻഡ് തൊട്ട് ഈ എൻഡ്, ദാറ്റ് ഈസ് 3.4 നാനോമീറ്റർ. നമ്പർ ഓഫ് ബേസ് പെയർസ് ഇൻ ഈച്ച് ടേൺ, ഓരോ ടേണിലും വരുന്ന ബേസ് പെയർസ് ആണ് 10. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ബേസ് പെയർസ്, 2 ബേസ് പെയറും തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.34 നാനോമീറ്റർ. ഇതൊക്കെ DNA സ്ട്രക്ചറിൻ്റെ പ്രത്യേകതകളാണ്. 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് ഉണ്ട്, അത് റൈറ്റ് ഹാൻഡഡ് ഫാഷനിലാണ് കോയിൽ ചെയ്തിരിക്കുന്നത്. ഇനി DNA ഹെലിക്സിൻ്റെ പിച്ച് കണ്ടത് ഇത് ലേബിൾ ചെയ്തിട്ടുണ്ട്. ഇതാണ്, ദിസ് ഇസ് ദ പിച്ച്. ഒരു ഫുൾ ടേണിൽ വരുന്ന ഈ ഇതിനെയാണ് പിച്ച് എന്ന് പറഞ്ഞത്. 3.4 നാനോമീറ്റർ ആണ്. 2 ബേസ് പെയറും തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.34 നാനോമീറ്റർ ആണ്. ദെൻ ബാക്ക് ബോൺ ഓഫ് DNA ഈസ് ഫോംഡ് ഓഫ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. അപ്പോൾ DNA ഡബിൾ ഹെലിക്സിൻ്റെ ബാക്ക് ബോൺ ഫോം ചെയ്തിരുന്നത് ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ട്. ആൻഡ് ബേസസ് പ്രൊജക്ട് ഇൻസൈഡ്. ഇവിടെ കണ്ടാൽ നിങ്ങൾക്കറിയാം, അഡെനിൻ തൈമിൻ ബേസസ് ഉള്ളിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നു.
ബാക്ക് ബോൺ ഫോം ചെയ്തിരിക്കുന്ന ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ട്. ദ ബേസസ് പ്രൊജക്ട് ഇൻസൈഡ്. ടു ചെയിൻസ് ഹാവ് ആൻറ്റി പാരലൽ പൊളാരിറ്റി. രണ്ട് ചെയിൻ്റെ പൊളാരിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ചെയിൻ 3' to 5' ആണെങ്കിൽ അടുത്ത ചെയിൻ്റെ പൊളാരിറ്റി 5' to 3' ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയതുകൊണ്ട് വി കോൾ ഇറ്റ് ആസ് ആൻറ്റി പാരലൽ പൊളാരിറ്റി. The bases in two strands are paired through hydrogen bonds forming base pairs. അപ്പോൾ ഒരു സ്ട്രാൻഡിലുള്ള ബേസ് മറ്റ് സ്ട്രാൻഡിലുള്ള ബേസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്നത് ബോണ്ട് ഫോം ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടാണ് ഫോം ചെയ്യുക അവിടെ. അതിന് നമ്മൾ ബേസ് പെയർ അല്ലെങ്കിൽ BP എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ അഡിനിൻ ഫോംസ് 2 hydrogen bonds with thymine. Cytosine forms 3 hydrogen bonds with guanine. അപ്പോൾ ഓൾവേസ് പ്യൂരിൻ കംസ് ഓപ്പോസിറ്റ് ടു എ pyrimidine. ഒരു ബേസ് പെയറിൽ ഒരു പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിനിൽ പ്യൂരിൻ ആണെങ്കിൽ അടുത്ത പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിനിൽ പിരമിഡിൻ ആയിരിക്കും. അവർ തമ്മിലാണ് പെയർ ഫോം ചെയ്യുക. ദിസ് ജനറേറ്റ്സ് യൂണിഫോം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ട്രാൻഡ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് സ്ട്രാൻഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. Now we can see Erwin Chargaff's rule. എർവിൻ ഷർഗാഫ് എന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞ റൂൾസ് ആണ്. In DNA, the proportion of adenine is equal to thymine. എന്ന് കണ്ട എപ്പോഴും അഡിനിനാന്ന് ഓർത്തോളാം. T is thymine. Proportion of adenine is equal to thymine and proportion of guanine is equal to cytosine. അപ്പോൾ എത്ര അഡിനിൻ ഉണ്ടോ അത്രയും തന്നെയായിരിക്കും തൈമിൻ ഉണ്ടാവുക. എത്ര ഗ്വാനിൻ ഉണ്ടോ അത്രയും തന്നെയായിരിക്കും സൈറ്റോസിൻ ഉണ്ടാവുക DNA-ൽ. സോ നമുക്ക് ഈ കോൺസെപ്റ്റിനെ we can express in mathematical format. Adenine plus guanine is equal to thymine plus cytosine, or else adenine plus guanine by thymine plus cytosine is equal to 1. റേഷ്യോ എപ്പോഴും 1 ആയിരിക്കും. കാരണം ഈക്വൽ എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. അഡിനിൻ എത്രയുണ്ടോ അത്രയും തന്നെ തൈമിൻ ഉണ്ടാവും. എത്ര ഗ്വാനിൻ ഉണ്ടോ അത്രയും തന്നെ സൈറ്റോസിൻ DNA-ൽ ഉണ്ടായിരിക്കും. Then a bacteriophage has lambda 174 bacteriophage has 5,386 nucleotides. Bacteriophage lambda has 48,502 base pairs. അപ്പോൾ ന്യൂക്ലിയോടൈഡ്സ് 5,386 ന്യൂക്ലിയോടൈഡ്സ് ആണ്. ബേസ് പേഴ്സ് എത്ര ഉണ്ടാവും? 48,502 ബേസ് പേഴ്സ് ആണ് ലാംഡ ബാക്ടീരിയോഫേജിൽ ഉണ്ടാവുക. ഈ കോളയിലോ എസ്ക്രീഷ്യ കോളൈ കോളിഫോം ബാക്ടീരിയ ആണ്. അതിൽ 4.6 into 10⁻⁶ ബേസ് പെയർസ് ഉണ്ടാവും. ഇനി ഒരു ഹ്യൂമൻ DNA-യുടെ ഹാപ്ലോയിഡ് കണ്ടന്റ് ആണെങ്കിൽ 3.3 into 10⁻⁹ ബേസ് പെയർസ് ആണ് ഉണ്ടാവുക. ഇത് ഫാക്ട്സ് ആണ്, ഡിസ്കവർ ചെയ്ത ഫാക്ട്സ് നിങ്ങളെ പഠിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. Then how we can calculate the length of DNA? അതിനൊരു സിമ്പിൾ ഇക്വേഷൻ ആണ്. Length of DNA is equal to number of base pairs into distance between two adjacent base pairs. അപ്പോൾ എത്ര ബേസ് പെയർ ഉണ്ടോ അത് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബേസ് പെയർസ്. അങ്ങനെയാണ് DNA-യുടെ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കുക. സോ നമ്പർ ഓഫ് ബേസ് പെയർസ് ഇൻ ഹ്യൂമൻ DNA എത്രയാണ്? 6.6 into 10⁻⁹. Hence the length of DNA is equal to 6.6 into 10⁻⁹ into 0.34 into 10⁻⁻⁹. ഈ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടു. ബേസ് പെയർസ് നമ്മൾ ഡിസ്റ്റൻസ് നമ്മൾ DNA-യുടെ ഫീച്ചേഴ്സ് കണ്ടപ്പോൾ കണ്ടിരുന്നു. സോ ഇറ്റ് ഈസ് എൻ അൺനോൺ, ഇറ്റ് ഈസ് എ നോൺ ഫിഗർ. ഇത് മാത്രമേ അറിയാത്ത ഫിഗർ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ബേസ് പെയർസ് തന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ലെങ്ത് ഓഫ് DNA. സോ ഇറ്റ് ഈസ് 2.2 മീറ്റർ. 2.2 മീറ്റർ ആണ് ഒരു ഹ്യൂമൻ DNA-യുടെ ലെങ്ത്. ദെൻ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈ കോളൈ DNA? എസ്ക്രീഷ്യ കോളൈയുടെ DNA എങ്ങനെയായിരിക്കും? എസ്ക്രീഷ്യ കോളൈ ഇസ് എ ബാക്ടീരിയ. 1.36 millimeter ആണ് ലെങ്ത്. അപ്പോൾ എത്ര ബേസ് പെയർസ് ഉണ്ടാവും? 1.36 into 10⁻⁻3. അത് മില്ലിമീറ്ററിനെ മീറ്റർ ആക്കിയതാണത്, 10⁻⁻3 കൊടുത്ത്. ദെൻ ഡിവൈഡഡ് ബൈ 0.34 into 10⁻⁻9. ദിസ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ബേസ് പെയർസ്. അപ്പോൾ ദ ഫൈനൽ വാല്യൂ എത്രയായിരിക്കും? 4 into 10⁻⁶ ബേസ് പെയർ ആണ്. എത്ര ബേസ് പെയർ ഉണ്ടെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. രണ്ടും എക്സാമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. നൗ വി ക്യാൻ സി പാക്കേജിങ് ഓഫ് DNA ഹെലിക്സ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൽ DNA-യുടെ ലെങ്ത്ത് 2 മീറ്റർ 2.2 മീറ്റർ ആണെന്ന് കണ്ടു.
ഇനി എങ്ങനെയാണ് ഡി എൻ എ ഹെലിക്സ് നമ്മുടെ ബോഡിയിൽ പാക്ക് ചെയ്തിരിക്കുന്നത്? പാക്കേജിങ് ഓഫ് ഡി എൻ എ ഹെലിക്സ് ഇൻ പ്രോകാരിയോട്സ്. ഇൻ പ്രോകാരിയോട്സും യൂകാരിയോട്സും നമുക്ക് ഡിഫറൻസ് അറിയുമെന്ന് വിചാരിക്കുന്നു. യൂകാരിയോട്സ് ഹാവ് ഡെഫിനിറ്റ് ന്യൂക്ലിയസ്, പ്രോകാരിയോട്സ് ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ന്യൂക്ലിയസ്. അതാണ് മേജർ ഡിഫറൻസ്. പ്രോകാരിയോട്സ് എക്സാമ്പിൾ എസ്ക്രീഷ്യ കോളി, ബാക്ടീരിയയിലൊക്കെ ഡി എൻ എ ഇസ് നോട്ട് സ്കാറ്റേർഡ് ത്രൂ ഔട്ട് ദ സെൽ. ഡി എൻ എ സെല്ലിൽ സ്കാറ്റർ ചെയ്ത് കിടക്കുകയല്ല. എങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്? ഡി എൻ എ ഇസ് നെഗറ്റീവ്ലി ചാർജ്. ഡി എൻ എയുടെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. സോ ഇറ്റ് ഈസ് ഹെൽഡ് വിത്ത് സം പോസിറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസ് ടു ഫോം ന്യൂക്ലിയോയിഡ്. ന്യൂക്ലിയോയിഡ് ആയിട്ട് ജോയിൻ ചെയ്താണ് ഡി എൻ എ എപ്പോഴും കാണുക. അപ്പോൾ ഈ പ്രോട്ടീൻസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, ഡി എൻ എ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇനി യൂകാരിയോട്സ് ലൈക്ക് അസ് എങ്ങനെയാണ്? ദർ ഈസ് എ സെറ്റ് ഓഫ് പോസിറ്റീവ്ലി ചാർജ് ബേസിക് പ്രോട്ടീൻസ് കോൾഡ് ഹിസ്റ്റോൺസ്. ഇവിടെ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെ ഹിസ്റ്റോൺസ് എന്ന് പറയുന്നു. ഹിസ്റ്റോൺസ് ആർ റിച്ച് ഇൻ പോസിറ്റീവ്ലി ചാർജ് ബേസിക് അമിനോ ആസിഡ് റെസിഡ്യൂസ്, ലൈസീൻ ആൻഡ് ആർജിനിൻ. ലൈസീനും ആർജിനും അമിനോ ആസിഡ്സിന്റെ പേരാണ്. ഹിസ്റ്റോൺസിൽ മെയിനായിട്ട് കാണുന്നത്, കൂടുതലായിട്ട് കാണുന്ന അമിനോ ആസിഡ്സ് ലൈസീൻ ആൻഡ് ആർജിനിൻ ആണ്. 8 ഹിസ്റ്റോൺസ് ഫോം ഹിസ്റ്റോൺ ഒക്ടാമർ. അപ്പോൾ 8 ഹിസ്റ്റോൺസ് ജോയിൻ ചെയ്ത ഒരു ഒക്ടാമർ ഫോം ചെയ്യും. ഒക്ടാമർ മീൻസ് 8 മോളിക്യൂൾസ് ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഹിസ്റ്റോണിൻ്റെ ഒക്ടാമർ ഫോം ചെയ്യും. നെഗറ്റീവ്ലി ചാർജ്ഡ് ഡി എൻ എ ഈസ് റാപ്ഡ് അറൌണ്ട് ദ ഹിസ്റ്റോൺ ഒക്ടാമർ ടു ഗിവ് ന്യൂക്ലിയോസോം. അപ്പോൾ ഫസ്റ്റ് ഫിഗർ കാണുന്നതാണ് ന്യൂക്ലിയോസോം. അതിൽ റൗണ്ടായിട്ട് കാണുന്നത് ഹിസ്റ്റോൺ ഒക്ടാമർ, ബോൾ പോലെ കാണുന്നത്. അതിൻ്റെ ചുറ്റും റാപ്പ് ചെയ്തിരിക്കുന്ന ഒരു ത്രെഡ് ഡി എൻ എ ആണ്. അപ്പോൾ ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ പുറത്ത് ഡി എൻ എ റാപ്പ് ചെയ്തിരിക്കുന്ന ആ കംപ്ലീറ്റ് സ്ട്രക്ചറിനെ വി കോൾ ഇറ്റ് ആസ് ന്യൂക്ലിയോസോം. അപ്പോൾ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറഞ്ഞാൽ എന്താ? 8 ഹിസ്റ്റോൺ മോളിക്യൂൾസിനെയാണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുക. ദെൻ വാട്ട് ഈസ് ഹിസ്റ്റോൺ? ദേ ആർ പ്രോട്ടീൻസ്. ഹിസ്റ്റോൺസ് ആർ പ്രോട്ടീൻസ് ഫോംഡ് ഓഫ് അമിനോ ആസിഡ്സ് ലൈസീൻ ആൻഡ് ആർജിനിൻ. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് ഹിസ്റ്റോൺസ്, ഡി എൻ എ ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. എ ടിപ്പിക്കൽ ന്യൂക്ലിയോസോം കണ്ടെയ്ൻസ് 200 ബേസ് പെയർസ്. അപ്പോൾ ഒരു ന്യൂക്ലിയോസോമിന് 200 ബേസ് പെയർസ് ഉണ്ടായിരിക്കും. ദെർഫോർ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോസോംസ് ഇൻ ഹ്യൂമൻ ബീങ്സ് എത്രയാണ്? 6.6 ഇൻറ്റു 10⁻⁹ ബേസ് പെയർ ഡിവൈഡഡ് ബൈ 200. അപ്പോൾ ടോട്ടൽ ന്യൂക്ലിയോസോംസ് എത്രയായിരിക്കും? 3.3 ഇൻറ്റു 10⁻⁷ ആണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ കാണുന്ന ന്യൂക്ലിയോസോംസ്. ഈ കാൽക്കുലേഷൻസിന് ഡൗട്ട് വരണ്ട, നമ്മൾ പുറകിൽ കാൽക്കുലേറ്റ് ചെയ്തത് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. സോ ന്യൂക്ലിയോസോം ആണ് സ്ട്രക്ചർ. ന്യൂക്ലിയോസോംസ് ആയിട്ടാണ് ഡി എൻ എ പാക്ക് ചെയ്ത് കാണുന്നത്. ന്യൂക്ലിയോസോംസ് കോൺസ്റ്റിറ്റ്യൂട്ട് റിപ്പീറ്റിംഗ് യൂണിറ്റ് ടു ഫോം ക്രൊമാറ്റിൻ. ക്രൊമാറ്റിൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മൈറ്റോസിസ്, മിയോസിസ്, ബോട്ടണി എടുത്തപ്പോഴൊക്കെ ക്രോമസോംസ് പഠിച്ചു. അപ്പോൾ ക്രൊമാറ്റിൻ ഈ ന്യൂക്ലിയോസോംസ് റിപ്പീറ്റ് ചെയ്ത ഒരു യൂണിറ്റ്സ് ആയിട്ട് കുറേ ന്യൂക്ലിയോസോംസ് റിപ്പീറ്റ് ചെയ്ത് ഒരു ത്രെഡ്, ഇത് നിങ്ങൾക്ക് ഇത് കണ്ടറിയാം, ദിസ് ആർ ന്യൂക്ലിയോസോംസ്. അതൊരു ത്രെഡിൽ റിപ്പീറ്റ് ചെയ്ത് ബീഡ്സ് പോലെ, ഒരു മുത്തുമാലയിൽ മുത്തുകൾ പോലെയാണ് റിപ്പീറ്റ് ചെയ്ത് കാണുക. ദിസ് ഇസ് ക്രൊമാറ്റിൻ. ഇതാണ് ക്രൊമാറ്റിൻ എന്ന് പറയാം. ന്യൂക്ലിയോസോംസ് ഇൻ ക്രൊമാറ്റിൻ. ക്രൊമാറ്റിനാണ് ഈ ത്രെഡ്, ന്യൂക്ലിയോസോംസ് ആണ് ഈ റൗണ്ട് ബോൾ പോലെയുള്ളത്. അപ്പോൾ ക്രൊമാറ്റിനും ന്യൂക്ലിയോസോംസിനും കൂടെ ഒരുമിച്ച് കണ്ടാൽ അതിൻ്റെ അപ്പിയറൻസ് ബീഡ്സ് ഓൺ സ്ട്രിങ്, ഒരു ചരടിൽ ബീഡ്സ്, മുത്തുകൾ കോർത്ത പോലെയാണ് കാണുക. ക്രൊമാറ്റിൻ ഈസ് പാക്കേജ്ഡ്. ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ഫോം ചെയ്യും. ഇനി മെറ്റാഫേസ് സ്റ്റേജിൽ നിങ്ങൾ സെൽ ഡിവിഷൻ പഠിക്കും. മെറ്റാഫേസ് സ്റ്റേജിൽ ഈ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ആണ് കോയിൽ ചെയ്ത് കണ്ടൻസ് ചെയ്യുക. ദെൻ ഇറ്റ് ബിക്കംസ് ക്രോമസോംസ്. ഹയർ ലെവൽ പാക്കേജിംഗ് ഓഫ് ക്രൊമാറ്റിൻ റിക്വയേഴ്സ് നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ്. ഹയർ ലെവലിൽ ക്രൊമാറ്റിൻ പാക്ക് ചെയ്യുമ്പോൾ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് അല്ല, പകരം നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസിനെയും കാണാൻ സാധിക്കും. ഹിസ്റ്റോൺ പ്രോട്ടീൻസും ഉണ്ട്, ഹയർ കേസസിൽ ഹയർ ലെവൽ പാക്കേജിങ്ങിൽ നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസും ഉണ്ടാവും. ക്രൊമാറ്റിന് രണ്ട് മെയിൻ ഫോംസ് ആണ്. ഉണ്ടാവുക. യു ക്രൊമാറ്റിൻ ആൻഡ് ഹെറ്ററോ ക്രൊമാറ്റിൻ. യു ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ലൂസ്ലി പാക്ഡ് ആണ്, ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് റീജിയൻ ഓഫ് ക്രൊമാറ്റിൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കും. ആക്ച്വലി ട്രാൻസ്ക്രിപ്ഷൻ എന്ന ഒരു പ്രോസസ്സാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത്. ഇറ്റ് സ്റ്റെയിൻസ് ലൈറ്റ്.
അപ്പോൾ യൂക്രോമാറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ലൂസ്ലി പാക്ഡ് ആണ്. ട്രാൻസ്ക്രിപ്ഷൻ സമയത്ത് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ളത് ഈ യൂക്രോമാറ്റിനായിരിക്കും. സ്റ്റെയിൻ ചെയ്താൽ ലൈറ്റ് സ്റ്റെയിൻ ആയിരിക്കും വരിക. ദെൻ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ? ഹെട്രോക്രോമാറ്റിൻ യൂക്രോമാറ്റിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. ഡെൻസ്ലി പാക്ഡ് ആണ്, തിക്കായിട്ട് പാക്ക് ചെയ്തിരിക്കുന്നു. അത് ഇനാക്റ്റീവ് ആണ് ഇരിക്കും. ട്രാൻസ്ക്രിപ്ഷൻ സമയത്ത് ഇറ്റ് വിൽ ബി ഇനാക്റ്റീവ്. ഇനി സ്റ്റെയിൻ ചെയ്താൽ സ്റ്റെയിൻസ് ഡാർക്കായിട്ട് സ്റ്റെയിൻ ചെയ്താൽ കാണാൻ പറ്റും. ദിസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ. അപ്പോൾ ക്രോമാറ്റിൻ തന്നെ രണ്ട് തരത്തിൽ, യൂക്രോമാറ്റിൻ ആൻഡ് heterochromatin. So this is the completion of this chapter, this portion.